പ്രോപ്പർ വേ ടു ഫീഡ് എന്താണ്? കിടന്ന് പാല് കൊടുക്കുന്നതിൽ പ്രശ്നമുണ്ടോ? ഈ ബർപ്പ് ചെയ്യുന്ന ഒരു രീതി അതുകൂടി ഒന്ന് പറയൂ. കിടന്ന് പാല് കൊടുക്കുന്നത് ആക്ച്വലി നല്ലതല്ല. കിടന്ന് പാല് കൊടുക്കുന്നത് പല നമ്മൾ വാവ പാല് കുടിക്കുമ്പോൾ പാലിന്റെ കൂടെ എന്തായാലും കുറെ എയർ സക്കിങ് ചെയ്യും. അപ്പം അതുകൊണ്ടാണ് ഈ നമ്മൾ ബേർപ്പ് ചെയ്യണം നിർബന്ധമായിട്ട് പറയുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ്സ് നന്നായിട്ട് തോളിലിട്ടിട്ട് ഇങ്ങനെ കിടത്തി വയർ നമ്മൾ ഷോൾഡറിന് കയറ്റി വെച്ച് നന്നായിട്ട് ബേർപ്പ് ചെയ്ത് കൊടുക്കും. പുറത്ത് ഇങ്ങനെ തട്ടി കൊടുത്ത് നന്നായിട്ട് ബേർപ്പ് ചെയ്യും. ഇനി അതല്ല അങ്ങനെ പേടിയില്ല, ബേബി നമ്മൾ ഇരുത്തിയിട്ട് ചെയ്യാം. നമ്മളിങ്ങനെ ഇരുത്തിയിട്ട് നെക്ക് ഹോൾഡ് ചെയ്ത് നെക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യും. അങ്ങനെ ചെയ്യാം. അപ്പൊ ഇങ്ങനെ പിന്നെ ചില ആൾക്കാർ അവനെ നമ്മൾ കാലിലോട്ട് കമത്തി കിടത്തിയിട്ട് ബേർപ്പ് ചെയ്യും. അത് ഓക്കെയാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു പ്രോബ്ലം ആണ് എപ്പോഴും ഫീഡ് ചെയ്യാം. ഓരോ മണിക്കൂറിനും ഫീഡ് ചെയ്യും. അപ്പൊ എല്ലാവർക്കും കുട്ടി നല്ലോണം വെയിറ്റ് വേണം, നല്ല ചപ്പിയായിട്ടിരിക്കണം എന്നുള്ളൊരു ഇതുകൊണ്ട് അപ്പൊ മദറിന് ആങ്ഷ്യസ് ആയി മദർ മോർ ഫീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓരോ മണിക്കൂർ ഫീഡ് ചെയ്യുമ്പോൾ ഗ്യാസിന്റെ ഇഷ്യൂസ് കൂടും. അപ്പം ആവശ്യമില്ലാതെ പാല് വന്നാൽ കുട്ടി വോമിറ്റ് ചെയ്ത് തുടങ്ങും. ആവശ്യമില്ലാതെ വോമിറ്റ് ചെയ്ത് തുടങ്ങും. ബേസിക്കലി നമ്മൾ പറയുമ്പോൾ പാൽ കൊടുക്കും ഒരു 10 മിനിറ്റ്സ്. അപ്പോൾ നന്നായിട്ട് മിൽക്കുള്ള മദർ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് നന്നായിട്ട് സക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്തിട്ട് മാത്രം മറ്റേ ബ്രസ്റ്റിലോട്ട് പോവാം. കാരണം നമുക്ക് ഈ മിൽക്കിന് അല്ലെങ്കിൽ അമ്മയുടെ ബ്രസ്റ്റിലുള്ള പാല് രണ്ടെണ്ണമാണ്, ഫോർ മിൽക്കും ഹൈൻ മിൽക്കും. ഫോർ മിൽക്ക് എപ്പോഴും വാട്ടറി മിൽക്കാണ്, ബേബിയുടെ ദാഹം ശമനിക്കാൻ വേണ്ടിയുള്ള മിൽക്കാണ്. ഹൈൻ മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫാറ്റ് കണ്ടന്റ് കൂടുതൽ മിൽക്കാണ്. അതിലാണ് ബേബിക്ക് വെയിറ്റ് ഗെയിൻ വരിക. നമ്മൾ കുടിക്കുന്ന സമയത്ത് ഒരു ബ്രസ്റ്റ് കംപ്ലീറ്റ് എംപ്റ്റി ചെയ്തിട്ടാണ് മറ്റൊരു പോകുന്നത്. ഈ സൈഡിലെ ഫോർ മിൽക്കും ഹൈൻ മിൽക്കും ബേബി കുടിച്ചതിന് ശേഷമാണ് മറ്റേ സൈഡിലോട്ട് പോകുന്നത്.